ഹായ്, എല്ലാവർക്കും മോംസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഞണ്ടും കപ്പ കേട്ടോ. അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ഞണ്ടും അതേപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ട കപ്പയും കേട്ടോ. അപ്പോൾ നമുക്ക് ഞണ്ടും കപ്പയും തോരനോ ഞണ്ടും കപ്പയും കറിയെന്നോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ പറയാം കേട്ടോ. ഈ ഞണ്ടും കപ്പയിലേക്ക് നമ്മൾ ഒത്തിരി മസാലകളൊന്നും എടുക്കുന്നില്ല കേട്ടോ. 1-2 മസാലകൾ മാത്രം നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്കിത് എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് നോക്കി വരാം. ഇത് 1 കിലോ ഞണ്ടാണ്. ഞണ്ട് ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഒരു മീഡിയം കപ്പ കൂടി എടുത്തിട്ടുണ്ട്. കപ്പ അധികം വേവിക്കാത്ത ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വേവിച്ചെടുത്തിട്ടില്ല. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇതിനായിട്ട് എന്തൊക്കെ ഇനി ഐറ്റംസ് വേണമെന്ന് നമുക്ക് നോക്കാം. ഇതിലിട്ട് 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 15 എടുത്തിരിക്കുന്നത്. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 7 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. പാൻ ചൂടായതിനു ശേഷം നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണയാണോ ഓയിലാണോ ഏതാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ആ വെളിച്ചെണ്ണ കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയും കൂടി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നില്ലേ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ഇത് കൂടിയിട്ട് ഞാനൊന്ന് വഴറ്റാണ്. ഒന്ന് ചെറുതായിട്ട് വലുതായിട്ട് ഒരുപാട് വഴറ്റുന്നൊന്നുമില്ല, ചെറിയ തോതിലൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അതിലോട്ട് നമ്മുടെ ഞണ്ട് കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട് കൂടി ഇടാണ്. ഞണ്ടും 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലോട്ട് വേണം. അതിൽ 1 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട്. കപ്പ വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ടായിട്ടോ ഞാനിവിടെ വളരെ കുറച്ച് ഉപ്പിടുന്നത്. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോഴേക്കും ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഞണ്ടിനൊരു ചെറിയൊരു മഞ്ഞ കളർ തോന്നിക്കുന്നത് ഞാൻ കഴുകിയപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയതുകൊണ്ടാട്ടോ. 2 മിനിറ്റിന് ശേഷം നമുക്ക് ആ പാത്രം തുറന്ന് നോക്കാം. അപ്പോൾ ഞണ്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് സെറ്റായിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാത്തിലും കൂടി ഇരുന്ന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞണ്ടിലേക്ക് 1/2 കപ്പ് ചൂടാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ചെറു തീയിൽ ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ കുരുമുളക് പൊടിയില്ലേ, ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ഇടാം. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് നന്നായി ഇളക്കി നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനതൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വന്ന ഒരു സ്മെല്ല്, നമ്മുടെ കപ്പയും ഞണ്ടും നന്നായി മിക്സായിട്ട് അതിൽ കുരുമുളകും ഒക്കെ പിടിച്ചതിന് ശേഷം വന്നൊരു സ്മെല്ല്, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ ഞാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ അങ്ങനെ തന്നെ മൂടി വെച്ചു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനതെടുത്ത് സെർവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയായിട്ട് നമ്മുടെ കപ്പയും ഞണ്ടും കറി ഇരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഞണ്ട് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചെടുക്കണം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, മക്കൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ തോടൊന്നും കയ്യിലൊന്നും കൊള്ളാതിരിക്കാൻ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. എല്ലാവർക്കും ബൈ.